ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇന്നിവിടെ ഓണം പ്രോഗ്രാം സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നിവിടെ പിള്ളേർ ഓണമാണ്. ഇന്ന് മുതൽ ഇനി ഓണം കഴിയുന്നവരെ ഇവിടെ പ്രോഗ്രാംസ് തന്നെയാണ്. അപ്പോൾ ഞങ്ങളിതാ റെഡിയായി ഇറങ്ങുകയാണ്. നിതിനായിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെയല്ല കേട്ടോ പോകുന്നത്, സാരിയാണ് ഉടുക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ സാരി ഇല്ലായിരുന്നു. അപ്പോൾ ദിവ്യ ചേച്ചീൻ്റെ അടുത്ത് നിന്ന് സാരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചേച്ചീൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ സാരീൻ്റെ. അപ്പം ഞങ്ങൾ ചേച്ചീൻ്റെ അടുത്ത് പോയിട്ട് സാരിയൊക്കെ കളക്ട് ചെയ്ത് പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഗാനേച്ചിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവരൊക്കെ ഓൾറെഡി റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ സാരി അങ്ങനെ ഉടുക്കാനൊന്നും അറിയില്ല. അപ്പോൾ ചേച്ചി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സാരിയൊക്കെ എടുത്ത് നേരെ ഗാനേച്ചിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ എത്തുമ്പോൾ തന്നെ 4 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, 4:30 ആയിട്ടുണ്ട്. പിന്നെ ഇതാ സാരിയൊക്കെ കൊടുത്ത് എങ്ങനെയോ രണ്ടുപേരും കൂടെ സാരിയൊക്കെ എടുത്ത് റെഡിയായി. ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അധികം സമയം അവിടെ നിന്നിട്ടില്ല, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കാർ പാർക്കിംഗ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ പുറത്ത് ഗ്രൗണ്ടിലായിരുന്നു വെച്ചിരുന്നത്. ബഹ്റൈനിലുള്ള കേരള സമാജത്തിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം. ഇവിടെ എപ്പോഴും പ്രോഗ്രാംസ് ആട്ടോ ഉണ്ടാവാറുള്ളത്. പിന്നെ എൻ്റെ ഫസ്റ്റ് ഓണമാണ് ഇവിടെ വന്നിട്ട്. എനിക്ക് തോന്നുന്നു നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ പ്രോഗ്രാംസും അല്ലെങ്കിൽ ഇതിൻ്റെ സെലിബ്രേഷൻസൊക്കെ ഇവിടെയാണ് കൂടുതൽ. നമ്മൾ അവിടെ ഓണത്തിന് ആ ഒരു സമയത്താണല്ലോ നമുക്ക് ആ ഒരു ഇത് ഉണ്ടായിരിക്കുക. പക്ഷേ ഇവിടെ എപ്പോഴും പ്രോഗ്രാംസാണ്. ഇവിടെ പുറത്താണെന്ന് വിചാരിച്ച് നമുക്ക് ഈ സെലിബ്രേഷൻസ് ഒന്നും കിട്ടാതിരിക്കുന്നില്ല കേട്ടോ. എല്ലാ പ്രോഗ്രാംസും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ചെണ്ടമേളം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികളത്. പിള്ളേരെ ഓണായതുകൊണ്ട് തന്നെ പിള്ളേരെ പ്രോഗ്രാംസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ ചെണ്ടമേളം, അതിനുശേഷം ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. ഇനോഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കളികളുണ്ടായിരുന്നു. കുമ്മാട്ടി കളി, മഞ്ചാടി കുന്നിയിലെ പൊന്നോണ കാഴ്ചകൾ, കുട്ടിക്കളികൾ, കുട്ടികളുടെ വടംവലി, പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് കുട്ടികൾക്ക് ഓണസദ്യ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് ഫ്രീ ആയിരുന്നു, വലിയവർക്ക് 1 BD ആയിരുന്നു. പിന്നെ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കുട്ടി ചാക്യാർ കുത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം ഓരോ പ്രോഗ്രാംസായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ കുമ്മാട്ടിക്കളി. ആക്ച്വലി കുമ്മാട്ടിക്കളി എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കുമ്മാട്ടിക്കളി കാണുന്നത് തന്നെ. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ ഒരു പക്ഷേ എനിക്കിത് കാണാൻ പറ്റില്ല. ഇങ്ങനൊരു കളീനെ കുറിച്ചിട്ടും എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ കുമ്മാട്ടിക്കളി ആദ്യമായിട്ട് കാണുന്നത്. ഓണത്തിനുള്ള ഒരു കളിയാണെന്നാണ് പറഞ്ഞത്. ശേഷം കുറേ ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഗേൾസിൻ്റെ ആയാലും ബോയ്സിൻ്റെ ആയാലും പിന്നെ കുഞ്ഞു കുട്ടികളെ കുറേ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഗെയിംസും ഉണ്ടായിരുന്നു. കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചത്, അങ്ങനത്തെ കുറച്ച് ഗെയിംസും ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് അടിപൊളിയായിരുന്നു പ്രോഗ്രാംസൊക്കെ. ഡാൻസിൻ്റെ കൂടെ കുട്ടി മാവേലി ഉണ്ടായിരുന്നു കേട്ടോ ഓണത്തിന്. പിന്നെ മാവേലി ഇല്ലാതെ എന്ത് ഓണം അല്ലേ. അങ്ങനെ മാവേലി ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം കുഞ്ഞു കുട്ടികളെ ചെറിയ പെർഫോമൻസും ഉണ്ടായിരുന്നു. നല്ല പ്രോഗ്രാംസ് ആയിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ നല്ല ആക്റ്റീവാണ്. ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ഡാൻസിനായാലും വേറെ എന്ത് പ്രോഗ്രാമിനായാലും അവർ അടിപൊളിയായിരുന്നു. ഓരോ പ്രോഗ്രാമും അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. അവിടെയും ചെറുതായിട്ട് ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് പേരുണ്ടല്ലോ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഒരു കുഞ്ഞ് സദ്യ എന്ന് പറയാം, എല്ലാ ഐറ്റംസും ഒന്നുമില്ല, എന്നാലും ഒരു ചെറിയ ഓണസദ്യ ആയിരുന്നു. ചിപ്സും ഉപ്പേരിയും അച്ചാറും പച്ചടിയും ഓലനും പപ്പടും ഒക്കെ ആയിട്ട് ഒരു ചെറിയ ഓണസദ്യയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. ഞങ്ങളുടെ ഈ വർഷത്തെ ഫസ്റ്റ് ഓണസദ്യയാണിത്. പിന്നെ ലാസ്റ്റ് പായസം ഉണ്ടായിരുന്നു കേട്ടോ, ഇലയിലായിരുന്നു പായസമൊക്കെ. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി കുറച്ച് സമയം ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിള്ളേർ അവിടെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി പാനിപ്പൂരി കഴിക്കാനായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ റീൽ കണ്ടപ്പോൾ ഇങ്ങനെ പോകണം പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ആ വഴിക്കായതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറി. ഹൂറയിലുള്ള പുരാനി ദില്ലി റെസ്റ്റോറൻറ്റിലായിരുന്നു. ലൈക്ക് നോർത്ത് ഇന്ത്യ റെസ്റ്റോറൻ്റ് ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ ആ ഡോറും ആ വോളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അതിലെ ഇൻറ്റീരിയൽസൊക്കെ അടിപൊളിയായിരുന്നു. ഇൻറ്റീരിയൽ വർക്കൊക്കെ കുറേ അംബ്രലാസ് വെച്ചിട്ടാണ് അത് സെറ്റ് ചെയ്തത്. കളർഫുൾ അംബ്രലയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ അംബ്രല വെച്ച് സെറ്റ് ചെയ്തതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ വേറൊരു കുഞ്ഞ് ഷെൽഫ് പോലെ ഉണ്ടായിരുന്നു. അതിൽ കുറേ ക്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ക്യാപ്പൊക്കെ വെച്ച് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇവിടെ വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. രാജ് കച്ചോരി, തായി പൂരി, ചിക്കൻ ലോലിപോപ്പ്, അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പാനിപ്പൂരി കഴിക്കാൻ പോയതുകൊണ്ട് തന്നെ ഞങ്ങൾ പാനിപ്പൂരി തന്നെയാണ് ചൂസ് ചെയ്തത്. പിന്നെ ഞങ്ങൾ
ഞങ്ങളൊരു മസാല ടീം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് പാനിപ്പൂരിക്ക് എന്തോ ഓഫർ ഉണ്ടായിരുന്നു, 1 BDക്ക് 2 പ്ലേറ്റോ അങ്ങനെ എന്തോ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പാനിപ്പൂരി ആയിരുന്നു വാങ്ങിച്ചിരുന്നത്. ഫസ്റ്റ് ഗാനേച്ചിയാണ് പാനിപ്പൂരി ടേസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഗാനേച്ചിക്ക് പാനിപ്പൂരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിച്ചു, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ പാനിപ്പൂരി. ആക്ച്വലി ഞാൻ നാട്ടിൽ നിന്ന് ഒരു തവണ ഞാൻ കഴിച്ചു, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം എന്ന് പറയാം. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് പാനിപ്പൂരി കഴിക്കാൻ ഇഷ്ടമായിട്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് അവർ കുക്ക് ചെയ്യുന്നതും എനിക്ക് അത് കഴിക്കാനേ പറ്റിയിട്ടില്ല. അവരുണ്ടാക്കുന്നത് കണ്ടിട്ട് ബീച്ചിൽ നിന്നൊക്കെ നമുക്ക് അത്ര ഒരു പ്രോപ്പറായിട്ട് ഒരു നീറ്റിൽ അവർക്ക് ഇപ്പോൾ ഉണ്ടാക്കി തരാൻ കഴിയില്ല. പക്ഷേ എനിക്കതെന്തോ ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ വാങ്ങിച്ചു, ഞാൻ അതേമാതിരി അവിടെ വെക്കുക ചെയ്ത എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ലായിരുന്നു. ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു അവിടെ നിന്ന് ആ ഒരു ഇത് കണ്ടിട്ട്. പിന്നെ ഇവിടെ നിന്നാണ് ഞാൻ ഇങ്ങനെ റീൽ കണ്ടപ്പോൾ എനിക്ക് കഴിക്കണം എന്ന് തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ വന്ന് കഴിച്ചതാണ്. നല്ല പാനിപ്പൂരി ആയിരുന്നു കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ മസാല ടീം അടിപൊളിയായിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ, ഞങ്ങൾ അവിടെ നിന്ന് പതിയെ ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങി. അങ്ങനെ ഇന്നത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.